ഒറ്റ ദിവസം 2 മണിക്കൂറിനുള്ളിൽ 3 ഇടത്തായി 23കാരൻ്റെ ആ നീറിയ പകയിൽ തീർന്നത് 6 ജീവനുകളാണ്. പോലീസ് സംഘം അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു പോയ ഒരു കൃത്യം തന്നെയാണ് 23കാരനായ അഫാൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി പോലീസിനോട് പറഞ്ഞ സത്യങ്ങൾ. ആദ്യം വിശ്വസിക്കാനൊന്ന് പരിങ്ങിയെങ്കിൽ പോലും പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കേരളത്തെ പോലും അമ്പരപ്പിക്കുന്ന ഒരു വലിയ കൊലപാതക പരമ്പര തന്നെയാണ്. സ്വന്തം വീട്ടിലെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും കാമുകിയെയും അടക്കം കൊലപ്പെടുത്താനായി വെഞ്ഞാറമൂട് പേരുമല സ്വദേശി അഫാൻ കാട്ടിയ അപാര ധൈര്യം. ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ എന്ത് എന്നുള്ളതാണ് പോലീസ് സംഘം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്തി പ്രതി സ്വന്തം അമ്മയെയും ആക്രമിച്ചു. അമ്മുമ്മയെയും കൊലപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. മറ്റു 3 പേരെ കൂടി ആക്രമിച്ചു എന്നുള്ള മൊഴിയും പോലീസിന് നൽകുന്നുണ്ട്. 3 പലവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേഖലകൾ. പോലീസിൻ്റെ 3 ടീമാണ് ഒരേ സമയം ഈ മേഖലയിലേക്ക് എത്തിയത്. വൈകുന്നേരം ഏകദേശം ഒരു 5:30 തന്നെയാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോലീസ് സംഘം എത്തിയപ്പോൾ കേരളത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഈ കൂട്ടക്കൊലയുടെ വിവരം പുറം ലോകത്തിനറിയാനായി സാധിച്ചത്. 5 പേരെ ഈ യുവാവ് കൊലപ്പെടുത്തിയതിന് പിന്നിൽ തൻ്റെ ബിസിനസ് തകർന്നതിലുള്ള നൈരാശ്യമാണ്, സാമ്പത്തിക ബാധ്യതയാണ് എന്നാണ് നിലവിൽ വിവരം ലഭിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് ചില സംശയങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടോ, ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നു. കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയിലാണ് ഇക്കാര്യം പറയുന്നത്. 2 മണിക്കൂർ കൊണ്ട് 3 വീടുകളിലായി ബന്ധുക്കളായ 6 പേരെ വെട്ടിയെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. പോലീസ് ഉടനടി തന്നെ ഇക്കാര്യം പരിശോധിക്കാൻ പോയപ്പോൾ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒരാൾ, അതായത് പ്രതിയുടെ മാതാവ്, നിലവിൽ ചികിത്സയിലാണ്, അതും അതീവ ഗുരുതരാവസ്ഥയിൽ. ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. 5 പേരുടെ മൃതദേഹവും പോലീസ് കണ്ടെടുത്തു. പ്രതിയുടെ സഹോദരനായ 13 വയസ്സുകാരനായിട്ടുള്ള അഹസാൻ, ഉമ്മയായ ഷമീന, പെൺസുഹൃത്തായ ഫർസാന, വാപ്പയുടെ ഉമ്മയായ സൽബാ ബീവി, പിതൃസഹോദരിയായ ഷാഹിദ, അവരുടെ ഭർത്താവായ ലത്തീഫ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യം പറഞ്ഞത്, ഞാൻ 6 പേരെ കൊന്നു. ഉറ്റബന്ധുക്കളായ 6 പേരെ തന്നെയാണ് താൻ കൊന്നിരിക്കുന്നത്. അതിലൊന്ന് പെരുമലയിലാണ്, അവിടെ 3 പേരുണ്ട്. ചുള്ളാളത്ത് 2 പേരെ കൊന്നു. പാങ്ങോടാകട്ടെ ഒരാളെ കൊന്നുവെന്നാണ് പ്രതി പറയുന്നത്. എന്നാൽ പാങ്ങോട് കൊന്നയാളുടെ മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് താൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. വെട്ടേറ്റ് ഗുരുതര പരിക്കുകളോടെ ഇതിനിടയിൽ അഫാന്റെ മാതാവ് ഷെമിയെ പോലീസിന് രക്ഷിക്കാനായി സാധിച്ചു. മറ്റുള്ളയിടത്തുള്ള എല്ലാവരും മരണപ്പെട്ടുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആദ്യം പ്രതി വെട്ടിയത് സ്വന്തം അമ്മയെ തന്നെയായിരുന്നു. അതിനുശേഷം പെൺസുഹൃത്തിനെ. അഫാന്റെ പെൺസുഹൃത്ത്, സഹോദരൻ എന്നിവരെ അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. പെൺസുഹൃത്തിൻ്റെ മാതാപിതാക്കളെ അവരുടെ വീട്ടിലെത്തിയും അച്ഛൻ്റെ അമ്മയെ അവരുടെ വീട്ടിലെത്തിയുമാണ് യുവാവ് വെട്ടിക്കൊന്നിരിക്കുന്നത്. 3 ഇടത്തുമായി യാത്ര ചെയ്ത് ഒരു വലിയ ഭീകരകൃത്യം ചെയ്തിരിക്കുകയാണ് ഈ പ്രതി. പാങ്ങോടുള്ള വീട്ടിൽ നിന്നും യുവാവിൻ്റെ മുത്തശ്ശിയായ സൽമാ ബീവി എന്ന 88കാരിയുടെ മൃതദേഹം പോലീസ് വീണ്ടെടുത്തു. 13 വയസ്സുള്ള സഹോദരനായ അഫ്സാനെയും പെൺസുഹൃത്ത് ഫസാനെയും അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് SL പുരം ചുള്ളോളത്താണ് പെൺസുഹൃത്തിൻ്റെ മാതാപിതാക്കളായ ലത്തീഫിനെയും ഷാഹിദയെയും കൊലപ്പെടുത്തിയത്.